നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 15 പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി. ഈ സീസണിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയാണ്. 18 പന്തുകളിൽ നിന്ന് 65 എടുത്തിട്ടാണ് അവൻ മടങ്ങിപ്പോകുന്നത്. ഒരു ചെറിയ ഭയം തോന്നുന്നില്ലേ? T20 വേൾഡ് കപ്പ് അടുക്കുമ്പോൾ ഓസ്ട്രേലിയൻ ബാറ്റർമാർ IPL ഉണ്ടാക്കുന്ന ഒരു ഓളം അതേവരെയും ഭയപ്പെടുത്തുന്നതാണ്. ട്രാവിസ് ഹെഡിൻ്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്ന മിന്നൽ പിണരുകൾ ആരൊക്കെയാണ് കരിയിച്ച് കളഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും SRH ഒന്നടങ്കം മറ്റുള്ളവരെ കത്തിക്കുകയാണ്. അതിപ്പോൾ DC എന്നോ MI എന്നോ RCB എന്നോ അവർക്കൊരു നോട്ടവുമില്ല. അതിന് മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുകയാണ് ട്രാവിസ് ഹെഡ്. കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം നമ്മൾ കണ്ടതാണ് ഹെഡിൻ്റെ മികവ്. ആ മികവ് അതിൻ്റെ 10 മടങ്ങായിട്ട് T20യിലേക്ക് മാറുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊരു ബാറ്റിംഗ് ലൈനപ്പും കൊണ്ടായിരിക്കും ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിന് വരിക ഒന്ന് നോക്കുക. ട്രാവിസ് ഹെഡും ഡേവിഡ് വാർണറും അല്പം മങ്ങുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. പിന്നെ ജെയ്ക്ക് ഫ്രേസർ മഗാഗ് കഴിഞ്ഞില്ല. ഗ്ലെൻ മാക്സി ഫോം ഔട്ടാണ്, ശരിയാ. എങ്കിലും നിങ്ങൾ ആരും മാക്സിയെ എഴുതിത്തള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓസ്ട്രേലിയയുടെ ജേഴ്സി അണിഞ്ഞ മാക്സി മറ്റൊരു തരത്തിൽ തന്നെയാണ് പ്രകടനം നടത്താറുള്ളത് എന്ന് മാത്രമല്ല, ഇപ്പം അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടല്ലോ. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ബ്രേക്ക് എന്നാണ് പറയുന്നത്. വെറുതെ എടുത്തതെന്നാണോ നിങ്ങൾ കരുതുന്നത്? അത് T20 വേൾഡ് കപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരു ബ്രേക്കാണ്. ഒരുപക്ഷെ IPLിലേക്ക് അദ്ദേഹം ഇനി മടങ്ങി വന്നേക്കും. എന്നാൽ പോലും അദ്ദേഹം തൻ്റെ മൈൻഡും ബോഡിയും ഒക്കെ റിഫ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഫുൾ ഫ്ലോയിൽ മാക്സിയും കൂടി അങ്ങ് ചേർന്നാൽ പിന്നെ മിച്ചൽ മാർഷ് പരിക്കേറ്റുകൊണ്ടാണ് ഇപ്പം DCയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അപ്പം മിച്ചൽ മാർഷ് എന്തായാലും വേൾഡ് കപ്പിലേക്ക് ഫിറ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നോക്കുക, ആരെയും അവർ പഞ്ഞിക്കിടും. ട്രാവിസ് ഹെഡ്, ഡേവിഡ് വാർണർ, ജെയ്ക്ക് ഫ്രേസർ മഗാഗ്, ഗ്ലെൻ മാക്സ്വെൽ, മിച്ചൽ മാർഷ്. ഓസ്ട്രേലിയൻ യൂണിറ്റ് ഫോർ ദി T20 വേൾഡ് കപ്പ് ലുക്സ് സ്കേറി എന്ന് തന്നെ പറയണം. അപ്പോൾ ഭയപ്പെട്ടേ പറ്റൂ. T20 വേൾഡ് കപ്പും കൊണ്ട് ODI വേൾഡ് കപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയ പോലെ അമേരിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് T20 വേൾഡ് കപ്പും കൊണ്ട് ഓസ്ട്രേലിയ നാട്ടിലേക്ക് മടങ്ങുമോ? വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.